ഏത് പ്രശ്നത്തിലും മുസ്ലിം ലീഗ് മുൻതൂക്കം കൊടുക്കുന്നത് സാമുദായികമായിട്ടുള്ള സൗഹൃദമാണ്. അത് പാർലമെന്റിന്റെ തീരുമാനമാണ്, ഗാന്ധിതങ്ങളുടെ തീരുമാനമാണ്, എന്റെ വന്യപിതാവ് വിദ്യാർത്ഥികളുടെയും ഒക്കെ തീരുമാനം അതാണ്. ഏത് വിഷയമുണ്ടായാലും സാമുദായിക സൗഹാർദ്ദം മലമ്പുറത്തിന്റെ അത് സാമുദായിക ധർമ്മീകരണം ഉണ്ടായിക്കൂടാ, വർഗീയമായിട്ടുള്ള ചിന്തയും ഉണ്ടായിക്കൂടാ. കേന്ദ്ര ഗവൺമെന്റ് പുതിയ നിയമത്തിൽ വളരെ ഗൗരവത്തോടെ തന്നെ അതുകൊണ്ട് നമുക്ക് പോരാട്ടം തുടരാം. ജനകീയമായിട്ടുള്ള പോരാട്ടവും നിയമപരമായിട്ടുള്ള പോരാട്ടവും. Sri Kunal Kutti Sahib, National General Secretary, and my sister, Minister from Telangana, and my very good friend also, Seetaka Garu, all the dignitaries on the stage, and this ആദികളുടെ അഭിപ്രായങ്ങളെ കൂടുതൽ കേൾക്കുവാൻ സന്നദ്ധമായിരിക്കും എല്ലാം നമ്മൾ വാദിച്ചത് പ്രതികരിച്ചു. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് പോയി. രാഷ്ട്രപതി ഒപ്പിട്ടതോടുകൂടി ആ നിയമമായി മാറി. ആ നിയമത്തെ ചോദ്യം ചെയ്യേണ്ടത് ഇനി കോടതിയിലാണ്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ഈ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആദ്യമായി ചെന്നത് മറ്റ് നിയമങ്ങളിൽ എന്ന പോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. ആ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗ് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത്ര വലിയൊരു ജനക്കൂട്ടം അവരുടെ പ്രതിഷേധം നേതാക്കന്മാർ ശ്രദ്ധിച്ചത് ഇക്കാലം അത്രയും മുൻപത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ നിയമം പാസ്സാകുന്നതോടുകൂടി നേതാക്കൾ അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. പക്ഷേ ഇന്നലെയോടുകൂടി അവർക്ക് കാര്യം വ്യക്തമാണ്. ട്രിബ്യൂണലിന്റെ മുമ്പിലുള്ള തർക്കം ഭൂമി വകുപ്പാണോ അല്ലയോ എന്ന തർക്കം ട്രിബ്യൂണൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ട്രിബ്യൂണലിന്റെ മുമ്പിൽ ഈ രണ്ട് കക്ഷികളെയും വിളിച്ചിരുത്തി ഒരു മധ്യസ്ഥത്തിന് ഒരു സമവായത്തിന് ഭരിക്കുന്ന ഗവൺമെന്റ് തയ്യാറായിരുന്നുവെങ്കിൽ എന്നോ തീരുമാനിക്കുന്ന പ്രശ്നമാണ്. വാദിയും പ്രതിയും തമ്മിൽ വലിയ